പവിത്രത്തിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കമലാമ്മ വിഷമിച്ചിരിക്കുമ്പോൾ ശ്രീജ ആശ്വസിപ്പിക്കുന്നുണ്ട്. അമ്മേ, ഒന്നും സംഭവിക്കില്ല, പൂജാരി പറഞ്ഞത് കേട്ടില്ലേ? ഈ സമയത്താണ് സുധാകരൻ മാസ്റ്റർ അങ്ങോട്ട് വരുന്നത്. കോടതിയിൽ പൂജാരിയല്ല വാദിക്കുന്നത്, അവളുടെ അച്ഛനാണ്. അവളുടെ അച്ഛൻ്റെ കയ്യിലാണ് നിന്റെ മോനെ കിട്ടുന്നതെങ്കിൽ ഒന്നും പറയണ്ട, നിന്റെ മോന്റെ കർമ്മഫലം. അല്ലെങ്കിൽ ആര് പറഞ്ഞു നിന്റെ മോനോട് അയാളുടെ മോളെ വിവാഹം കഴിക്കാൻ? വിവാഹം കഴിഞ്ഞതിന് ശേഷം അയാളെ മോളെ നിർത്തിയത് നമ്മൾ പുറത്താണ്, എന്നിട്ട് അവളെ പിടിച്ച് അകത്ത് കയറ്റിയത് നീയല്ലേ, അവനല്ലല്ലോ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും വിക്രം നിങ്ങളുടെ മോനാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കമല. ആ സമയം പടിവാതിൽ കടന്നുകൊണ്ട് വിക്രം അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കമലയാണ് വിക്രമിനെ ആദ്യം കാണുന്നത്. വിക്രമിനെ കണ്ട കമലയ്ക്ക് ശ്രീജയ്ക്കൊക്കെ വലിയ സന്തോഷമാവുന്നുണ്ട്. സുധാകരൻ മാസ്റ്ററും വിക്രമിനെ കാണുകയാണ്. അങ്ങനെ കമലാമ്മ ഓടിച്ചെന്ന് വിക്രമിനെ കെട്ടിപ്പിടിക്കുകയാണ്. മോനെ, നീ ഇങ്ങ് എത്തിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കമലാമ്മ. എന്താ അമ്മേ, ഞാനിങ്ങ് വന്നല്ലോ, എന്തിനാണ് പിന്നെയും കരയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് വിക്രം. അപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട്. 6 മാസത്തേക്ക് നിനക്ക് പുറലോകം കാണാൻ കഴിയില്ല എന്നാണല്ലോ എല്ലാവരും പറഞ്ഞത് എന്നൊക്കെ വിനയം പറയുന്നുണ്ട്. ആ വിവരം അപ്പോഴേക്ക് വിനയേട്ട അമ്മയോട് പറഞ്ഞല്ലേ എന്നൊക്കെ വിക്രം ചോദിക്കുമ്പോൾ, എന്തായാലും അമ്മ ഇക്കാര്യം അറിഞ്ഞല്ലേ പറ്റൂ, അത് കുറച്ച് നേരത്തെ പറയാമെന്ന് കരുതി എന്നൊക്കെ വിനയം പറയുന്നുണ്ട്. ആരാണ് മോനെ നിന്നെ പുറത്തിറക്കിയത് എന്നൊക്കെ കമലാമ്മ ചോദിക്കുന്നുണ്ട്. എന്നെ ഒരാൾ രക്ഷിച്ചു, വക്കീലിനെ വെച്ച് ഒരാൾ എൻ്റെ കേസ് വാദിച്ചു. മോനെ, ആരാണ് നിന്നെ രക്ഷിച്ചത് എന്നൊക്കെ കമലാമ്മ ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, വേദ. ഈ സമയം പടിവാതിൽ കടന്നുകൊണ്ട് വേദ അങ്ങോട്ട് വരികയാണ്. വേദ വിക്രമിനെ രക്ഷിച്ചു എന്നറിഞ്ഞപ്പോൾ കമലാമ്മയ്ക്ക് ശ്രീജയ്ക്കും വലിയ സന്തോഷമാവുന്നുണ്ട്. സുധാകരൻ മാസ്റ്റർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാക്കാതെ വിക്രമിനെ നോക്കി നിൽക്കുകയാണ്. ഈ സമയം വേദ അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. വേദയെ കണ്ടത് മോളെ എന്ന് വിളിച്ചുകൊണ്ട് സന്തോഷത്തോടെ കമലാമ്മ വേദയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. വിക്രമിനെയും കൊണ്ടേ താൻ വരികയുള്ളൂ എന്ന് വേദ കമലാമ്മയോട് പറഞ്ഞിരുന്നു. വേദയുടെ ഈ വാക്കുകൾ കമലാമ്മയുടെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ വേദയെ കമലാമ്മ അകത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുന്ന സമയത്ത് സുധാകരൻ മാസ്റ്റർ തടയുകയാണ്. എന്തിനാണ് അവനെ പുറത്തിറക്കിയത്? ഇതുപോലെ ഒരുത്തനെ പുറത്തിറക്കിയിട്ട് എന്താണ് കാര്യം? എന്താ മാഷ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് വേദ. മാഷിന് എന്താണ് സ്വന്തം മകനെ നന്നാക്കാൻ പറ്റാതിരുന്നത്? എത്രയോ കുട്ടികളെ പഠിപ്പിച്ച് നല്ല വ്യക്തിത്വം ഉണ്ടാക്കിയ ആളല്ലേ മാഷ്. മാഷിന് അതിനൊരു അവാർഡും കിട്ടിയതല്ലേ. അങ്ങനെയുള്ള മാഷിന് എന്തുകൊണ്ടാണ് സ്വന്തം മകനെ നന്നാക്കാൻ പറ്റാതിരുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് വേദ. ഇവൻ ഒരിക്കലും നന്നാവില്ല, എന്തിനാണ് ഇവനെ പുറത്തു വിട്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് സുധാകരൻ മാസ്റ്റർ. എൻ്റെ ഭർത്താവ് ഗുണ്ടയോ തെമ്മാടിയോ എന്തുമാവട്ടെ, എൻ്റെ ഭർത്താവ് ഇങ്ങനെയൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ രക്ഷിച്ചത് എന്നൊക്കെ പറയുകയാണ് വേദ. എൻ്റെ ഭർത്താവ് തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തന്നെ അയാളെ ജയിലിലേക്ക് പറഞ്ഞു വിടും, അല്ലാതെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ തെറ്റുകളെ സപ്പോർട്ട് ചെയ്യുകയല്ല. വിക്രമിനെ നന്നാക്കാൻ എനിക്ക് പറ്റും, അതെൻ്റെ ഉത്തരവാദിത്തമാണ് എന്നൊക്കെ വേദ മാഷിനോട് പറയുന്നുണ്ട്. അത് കേട്ട് മാഷ് പറയുന്നുണ്ട്, നിന്നെ ഇവിടെ ആരും അംഗീകരിച്ചിട്ടില്ല, നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ പോലും നിന്നെ അംഗീകരിച്ചിട്ടില്ല. ആരൊക്കെ എന്നെ അംഗീകരിച്ചാലും അംഗീകരിച്ചിട്ടില്ലെങ്കിലും വിക്രം എൻ്റെ ഭർത്താവ് തന്നെയാണ്, അതുകൊണ്ട് തന്നെ വിക്രമിനെ നന്നാക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നൊക്കെ വേദ പറയുന്നുണ്ട്. ഇത്രയും ദിവസം നിനക്ക് കഴിഞ്ഞതുപോലെ ഇവിടെ കഴിയാം, ഇവിടുത്തെ മരുമകളാണെന്നൊരു അംഗീകാരം ഒരിക്കലും നിനക്ക് തരില്ല എന്നൊക്കെ മാഷ് പറയുന്നുണ്ട് വേദയോട്. അങ്ങനെ കഴിയാൻ എനിക്ക് സമ്മതമാണ്, ആരും അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇത്രയും ദിവസം ഇവിടെ കഴിഞ്ഞതുപോലെ തന്നെ കഴിയാം എന്ന് വേദയും പറയുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ട് മാഷ് അകത്തേക്ക് പോകുന്നുണ്ട്. മാഷിന്റെ വാക്കുകൾ വേദയെ വിഷമിച്ചു എന്നോർത്ത് പൊട്ടിക്കരയുകയാണ് കമലാമ്മ. അതിനുശേഷം കാണിക്കുന്നത് വിക്രമിനെയാണ്. വിക്രം വണ്ടി ഓടിച്ച് പോകുമ്പോൾ വേദ പറഞ്ഞ വാക്കുകളാണ് വിക്രമിന്റെ ഉള്ളിൽ. അപ്പോഴാണ് രാധ അങ്ങോട്ട് വന്ന് വിക്രമിന്റെ വണ്ടിക്ക് മുന്നിലായിട്ട് നിർത്തുന്നത്. എന്താണ്, നോക്കി വണ്ടി ഓടിച്ചൂടെ? അതെ, നിങ്ങളെ കൊല്ലാൻ തന്നെയാണ് എന്റെ തീരുമാനം. ആ വേതാളത്തെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഞാൻ നിങ്ങളെ കൊല്ലും. അല്ലെങ്കിൽ വേണ്ട, 2 ലിറ്റർ പെട്രോൾ വാങ്ങിയിട്ട് നമുക്ക് 2 പേർക്ക് ഒരുമിച്ച് ചാവാം. അല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട്, ആസിഡ് ഒഴിക്കുന്ന പ്രയോഗം. നിങ്ങളുടെ മുഖത്തിന്റെ ഒരു ഭാഗം ആസിഡ് ഒഴിച്ച് വികൃതമായാലും ഞാൻ നിങ്ങളെ സ്നേഹിക്കും, അത്രയ്ക്ക് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് വേദ. വീട്ടിലാണെങ്കിൽ ഒരു വേതാളം, പുറത്തിറങ്ങിയാൽ ഭദ്രകാളി എന്നൊക്കെ ചിന്തിക്കുകയാണ് വിക്രം. ഇതൊക്കെ എന്താണ് വേണ്ടത് എന്നൊക്കെ വിക്രം പറയുമ്പോൾ, അവളുണ്ടല്ലോ ആ വേതാളം, എത്രയും പെട്ടെന്ന് അവളെ അവിടെ നിന്ന് ഒഴിവാക്കിക്കോ. അങ്ങനെ രാധ അതും പറഞ്ഞുകൊണ്ട് ഓട്ടോയിൽ പോവുകയാണ്. അതിനുശേഷം ശ്രീനിവാസൻ വിക്രമിന് ഫോൺ ചെയ്യുകയാണ്. ഇതാ ഞാൻ എത്തി എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്ന് പോകുകയാണ്. ഈ സമയം വേദ താലിയെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. വിക്രമിനെ കുറിച്ചും വിക്രമിന്റെ കൂടെ ബൈക്കിൽ പോയതും പിന്നെ ആ ഗുണ്ട തന്റെ കയ്യിൽ പിടിച്ചപ്പോൾ ആർക്കാണ് ഇവളെ പിടിക്കാൻ ഇത്ര ധൈര്യം എന്ന് പറഞ്ഞതൊക്കെ വേദ ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ വേദ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ചിരിച്ചു നിൽക്കുന്ന സമയത്ത് നന്ദിനി അങ്ങോട്ട് വരികയാണ്. ഇവൾ എന്തിനാണ് ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നത്? ഇവൾക്ക് വട്ടായോ? അല്ലെങ്കിൽ ഇവിടെയുള്ളവർക്കെല്ലാം വട്ടാണ്, അതിനെ കൂടുതൽ ഒരു മുഴുവട്ടുള്ളവൾ കൂടി വന്നിരിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുകയാണ് നന്ദിനി. പെട്ടെന്ന് നന്ദിനിയുടെ നോട്ടം കണ്ടിട്ട് വേദ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ എന്നെ നോക്കി നിൽക്കുന്നത്? നമുക്ക് ഫ്രണ്ട് ആയിക്കൂടെ? എന്തിനാണ് നന്ദിനിയെടുത്ത് എന്നോട് ഇങ്ങനെ അകലം കാണിക്കുന്നത്? നിങ്ങൾ എന്നെ പോലെ ഇങ്ങോട്ട് കയറി വന്ന ആളല്ലേ, നമുക്ക് ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങാം എന്നൊക്കെ പറയുകയാണ് വേദ. ഞാനില്ല നിന്റെ കൂടെ കൂട്ടുകൂടാൻ എന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട്. എന്നാൽ ഞാൻ വിക്രമിന്റെ റൂമിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വേദ പോകാൻ ഒരുങ്ങുമ്പോൾ അതിനവൻ സമ്മതിക്കില്ല. അവൻ നിന്നെ വെച്ചേക്കില്ല, നിന്നെ കാണുന്നത് തന്നെ അവന് ഇഷ്ടമില്ല, നീ അവന്റെ റൂമിലേക്ക് പോയാൽ പിന്നെ നിനക്ക് ഇവിടെ നിൽക്കേണ്ടി വരില്ല എന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട്.
അതൊക്കെ ഞാൻ നോക്കിക്കോളാം. വിക്രമിൻ്റെ റൂം ഇനി മുതൽ എൻ്റേതും കൂടിയല്ലേ, വിക്രമിൻ്റെ റൂം ഇനി മുതൽ എനിക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേദ അവിടെ നിന്ന് പോവുകയാണ്. അത് അവനെ അറിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാക്കും എന്നൊക്കെ നന്ദിനി പറയുമ്പോൾ അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിൻ്റെ റൂം ലക്ഷ്യമാക്കി പോവുകയാണ് വേദ. അങ്ങനെ വേദ വിക്രമിൻ്റെ റൂമിൽ കയറുന്ന സമയത്ത് റൂമെല്ലാം ആകെ അലങ്കോലപ്പെട്ടിരിക്കുകയാണ്. വിക്രമിൻ്റെ സ്വഭാവം പോലെ തന്നെയാണ് വിക്രമിൻ്റെ റൂമും എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് വേദ. ആകെ അലങ്കോലപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് വേദ. അങ്ങനെ ബെഡിൽ ഡ്രസ്സുകളെല്ലാം ആകെ വലിച്ചു വാരിയിട്ടിരിക്കുന്നു. അങ്ങനെ ബെഡിൽ കിടക്കുന്ന ഓരോ ഡ്രസ്സ് മടക്കി വെക്കുകയാണ് വേദ. അങ്ങനെ ചുറ്റിനും വേദ നോക്കുന്ന സമയത്താണ് ഒരുപാട് ട്രോഫികൾ വിക്രമിന്റെ ഷെൽഫിൽ കാണുന്നത്. അങ്ങനെ വേദ വലിയ അത്ഭുതത്തോടെ അതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് വേദയുടെ കാൽ തട്ടി ഒരു ബോക്സ് താഴെ വീഴുന്നുണ്ട്. അങ്ങനെ ബോക്സ് തുറന്നു നോക്കുന്ന സമയത്ത് വിക്രമിന്റെ കുറച്ച് സർട്ടിഫിക്കറ്റുകളാണ് കാണാൻ കഴിയുന്നത്. ഇത്രയൊക്കെ കഴിവുള്ള വിക്രം എന്തുകൊണ്ടാണ് ഇങ്ങനെയായത്? അങ്ങനെ വേദ ആകാംക്ഷയോടെ ഓരോ പെട്ടികളായി തുറന്നു നോക്കുകയാണ്. ഈ സമയം വേദയുടെ ഏട്ടൻ വേദ പറഞ്ഞതൊക്കെ ഓർത്ത് ആകെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഈ സമയം വർഷ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ശ്രീ, ഇപ്പോഴും നിന്റെ വിഷമം മാറിയില്ലേ? നീ വേദയെക്കുറിച്ച് ആലോചിച്ച് നിൽക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് വർഷ. എങ്ങനെ വിഷമം മാറും? അത്തരത്തിലല്ലേ വേദ എന്നെയും അച്ഛനെയും അപമാനിച്ചത്? വേദ കോടതി മുറിയിൽ നിന്ന് വിക്രമിനെ പുറത്തു കൊണ്ടുപോകുമ്പോൾ അവളുടെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു. അവൾ മരിച്ചു പോവുകയാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇത്രയും വിഷമം ഉണ്ടാവില്ല. അത്തരത്തിലാണ് അവൾ എന്നെയും അച്ഛനെ അപമാനിച്ചത് എന്നൊക്കെ ശ്രീ പറയുന്നുണ്ട്. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സ്ത്രീയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ നാളത്തെ പ്രൊമോയിൽ വേദ ഓരോ പെട്ടികളായി എടുത്തു നോക്കുന്ന സമയത്താണ് വിക്രം അങ്ങോട്ട് വരുന്നത്. എടി എന്നൊരു വിളി കേട്ടപ്പോൾ വേദ പേടിയോടെ പിറകോട്ട് തിരിയുമ്പോൾ വേദ വീഴാൻ പോകുന്നുണ്ട്. അങ്ങനെ വീഴാൻ പോകുന്ന വേദയെ വിക്രം പിടിക്കുന്നുണ്ട്. അങ്ങനെ അവർ പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ വേദ ചോദിക്കുന്നുണ്ട്, വിക്രം ഇത്രയും പഠിപ്പുണ്ടായിട്ട് എന്താ നിങ്ങളിങ്ങനെ ഗുണ്ടയായി മാറിയത്? വിക്രം അതിനൊരു മറുപടിയും പറയാതെ തല താഴ്ത്തി നിൽക്കുകയാണ്. അങ്ങനെ വിക്രം സങ്കടപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ജനലിൻ്റെ ഇടയിലൂടെ വേദ വിക്രമിനെ നോക്കുന്ന സമയത്ത് വിക്രം കണ്ണീര് തുടയ്ക്കുകയാണ്. അങ്ങനെ വേദ അടുക്കളയിൽ കയറി ഭക്ഷണമെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ സുധാകരൻ മാസ്റ്റർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. ഇത് പുതിയ മരുമകൾ ഉണ്ടാക്കിയ ഭക്ഷണമാണ് എന്നൊക്കെ നന്ദിനി സുധാകരൻ മാസ്റ്ററോട് പറയുമ്പോൾ ദേഷ്യത്തോടെ ഭക്ഷണം കഴിക്കാതെ പോവുകയാണ് സുധാകരൻ മാസ്റ്റർ.